ശരിക്കും ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കണ്ട സത്യസന്ധനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നീയാടാ ഹരി പത്തനാപുരം. അത് മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും ഏറ്റെടുക്കാൻ കഴിയുന്ന, അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഹരി പത്തനാപുരമാണ്, നീയാണ്. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ, ഫാമിലി ലൈഫിലൊക്കെ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ ഹരി പത്തനാപുരം എന്ന നീ അല്ലാതെ മറ്റൊരാളുമില്ല ലൈഫ്. ഈ റൊമാൻസ് എന്ന് പറഞ്ഞത് ഞാൻ എന്നോട് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ആരൊക്കെയാണോ എനിക്ക് റൊമാൻറ്റിക് കൂടുതൽ എനിക്ക് അറിയത്തില്ല. രണ്ട്, ഇത്രയും സത്യസന്ധ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ചായിരിക്കും പറഞ്ഞു വന്നേന്ന്. തെറ്റിദ്ധരിച്ചു പോയി. വാ പോട്ടെ. ശരിക്കും പറഞ്ഞാൽ എന്നെ ഭർത്താവായി കിട്ടിയത് ശരിക്കും ആ അഡ്വക്കേറ്റ് സബിത മോഹന്റെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ദുരന്തം. ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമാണ്. ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ എന്നെ ഭർത്താവായി കിട്ടിയതിൽ സന്തോഷിക്കൂ. അത് എനിക്കും കൂടെ തോന്നണ്ടേ? എന്തിനെണ്ണ ഇത് മാറ്റാ അണ്ണ? ഇങ്ങനെ ഇത് സംസാരിച്ചിട്ടൊരു സുഖമില്ല. മാറ്റട്ടെ അണ്ണ. ഹരിയണ്ണ എന്തിനെണ്ണ? ഹലോ, ഇങ്ങനൊന്നും പറയരുത് ഒരു ഭർത്താവിനോട് കേട്ടോ. ഞാൻ വിചാരിച്ചതേ എന്നെ കുറിച്ച് പറഞ്ഞു വന്നേ എന്നെ ഇങ്ങനെ പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തില് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇരുന്നൊരു കോൺവെർസേഷൻ. ആദ്യമായിട്ടാണ്. കാരണം മുഖത്തോട് മുഖം നോക്കി നമ്മൾ രണ്ടുപേരും കിട്ടാറില്ലല്ലോ. കിട്ടും, വഴക്കുണ്ടാവാൻ മാത്രം മുഖാമുഖം വരും. അതെ. അപ്പോ ഞാൻ ചില സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ കോടതിയില് നമ്മൾ തമ്മിൽ ആ കണ്ട മൊമെന്റിന് മുമ്പ്, അതായത് ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ആ മൊമെന്റിന് മുമ്പ് ഞാൻ 2-3 തവണ കോടതിയിൽ വന്ന് വിളിച്ചു നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഫ്ലോറാണ്. അപ്പോ അങ്ങനെ വന്ന് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് കണ്ണുകളാണ്. മനോഹരമായ ആ കണ്ണുകൾ. രണ്ടാമത്, അന്ന് ഇതുപോലല്ലായിരുന്നു, മുടി, അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് ഒരുമാതിരി പോട്ടെ, അത് പറയുന്നില്ല. പക്ഷെ അന്ന് ആ മുടിയും ആ കണ്ണുകളുമാണ് എന്നെ ഏറ്റവും കൂടുതൽ അന്ന് ആകർഷിച്ചത്. അപ്പൊ ശരിക്കും എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ആ 2 കാര്യങ്ങൾ ഒത്തൊരാളെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പ്രപ്പോസ് ചെയ്തത്. വേറെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ കുറച്ച് എന്ത് തെരഞ്ഞെടുക്കുമ്പോഴും വളരെ ചിന്തിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരാളാണ്. അത് അറിയാലോ, ലൈഫിൽ ഞാൻ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും കുറച്ച് ചിന്തിച്ച് പറ്റിയത് അത് പിന്നീട് അതൊക്കെ അവസാനത്തേക്ക് വരും. അപ്പോ ഈ ഒരു കാര്യത്തിൽ ഞാൻ നോക്കിയപ്പോ എന്റെ അനിയന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് സബിത എന്ന് പറഞ്ഞൊരു വ്യക്തി ആ കേസിൽ അനിയന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ വാദിയായിട്ടുള്ള ഒരു കേസാണ്, ഒരു ചെക്ക് കേസ്. അപ്പൊ അവൻ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയും അവനോട് അത് നറേറ്റ് ചെയ്യുന്ന രീതിയും എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള രീതികളും ആ കൊടുത്ത ഒരു പരിഗണന, ശരിക്കും എനിക്ക് തോന്നിയത് എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിലും അത്തരത്തിലൊരു പരിഗണന, എന്റെ കുടുംബാംഗങ്ങളോടും ഒരു പരിഗണന, പ്രത്യേകിച്ച് അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള ഒരു പരിഗണന, അതൊക്കെ ലൈഫിൽ കിട്ടും എന്നുള്ളതായിരുന്നു ഞാൻ അന്ന് പ്രത്യേകമായിട്ട് ചിന്തിച്ചത്. പിന്നെ പ്രൊഫഷണലി ഒക്കെ കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നത് ഈ കോടതിയിലൊക്കെ ഇങ്ങനെ റഫായിട്ട് സംസാരിക്കുമ്പോൾ അത് ലൈഫിലും അങ്ങനെ ആകുമോ എന്ന് ഭയപ്പെട്ടു. പക്ഷെ ആ ഭയം സത്യമാണെന്ന് ഈ കഴിഞ്ഞ 14 വർഷമായി ഞാൻ മനസ്സിലാക്കുന്നു. ഈ 14 വർഷത്തിനിടയിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മൾ പരസ്പരം സോറി പറഞ്ഞിട്ടുണ്ടാവും, നന്ദി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ വെളിപ്പെടുത്താതിരുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് വെളിപ്പെടുത്താതിരുന്നതും എൻ്റെ ഒരു ഭയം കൊണ്ടാണ്. കാരണം അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. കാരണം സബിത എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ മാത്രമല്ല വീട്ടിലും അതാണെന്നുള്ളത് എനിക്കും പിള്ളേർക്കും വലിയ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വെളിപ്പെടുത്താതിരുന്നത്. അതായത് എനിക്ക് ഇപ്പൊ ഇത് ഫ്ലോറാണ്, ഇവിടെ ആളുകളുണ്ട്, അപ്പൊ ഇത് മുൻധാരണയോട് കൂടി ഞാനത് പറയുകയാണ്. അതായത് എനിക്ക് ഒരു മാല, വിവാഹത്തിനൊരു മാല ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ മാല പളയത്തിലിരിക്കുന്ന മാലയുടെ കഥ, 1.25 പവൻ. അത് പളയത്തിലിരിക്കുന്ന ആ കഥയാണ് പറയാൻ വരുന്നത്. അപ്പൊ ഈ മാല ശരിക്കും ഞാൻ എന്റെ കഴുത്തിലിട്ട് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഒരു സ്വർണ്ണമാലയൊക്കെ ഇട്ട് ബട്ടണൊക്കെ തുറന്നിട്ട് ഞാൻ ആളുകളുടെ മുമ്പിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു വിഷയത്തിൽ സഹായിച്ച ആളെ അറിയാം. ആ ആളിന് ഒരു വലിയൊരു ബാധ്യത വന്നു, സാമ്പത്തിക ബാധ്യത. അപ്പൊ ഇവര് കൊണ്ടത് കുറെ സ്വർണം പണയം വെച്ചിരുന്നു. അവർക്ക് ആ ബാധ്യത അന്നേരം തീർക്കണം.
ആ പ്രൈവറ്റ് ബാങ്കിലാണ് പണയം വെച്ചത്. അപ്പൊ ഇവർക്ക് ഈ സ്വർണം എടുത്തിട്ട് തൊട്ടടുത്തൊരു ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് ഈ പൈസ വീട്ടാം എന്നൊരു ധാരണയിൽ അവരെന്നോട് പറഞ്ഞു പിന്നെ എന്റെ മാലയൊന്ന് കൊടുക്ക്. പക്ഷെ സംഭവിച്ചത് പ്രൈവറ്റ് ബാങ്കിൽ ചെന്ന് പൈസ എടുക്കാൻ നോക്കിയപ്പം ഈ കിട്ടിയ എമൗണ്ടിനേക്കാൾ ഒരുപാട് കൂടുതൽ അവിടെ പൈസ അടച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഈ സ്വർണം കൂടെ വെച്ചുള്ള സകല പൈസ അടച്ച് തിരിച്ചു വന്ന് നമ്മുടെ സ്വർണം എടുക്കാൻ വരുമ്പോൾ ഈ പൈസ അതിൽ തികയില്ല, സ്വർണം എടുക്കാൻ സാധിക്കില്ല, അവരെ സഹായിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് അത് അങ്ങ് വിറ്റു. ഇത് പണയത്തിലിരിക്കുന്നതല്ലേ എന്നോട് ഇത്രയും നാള് ബാങ്കിന്റെ പേര് ഉമ്മച്ചായ ഇവരൊക്കെയല്ലേ കൊണ്ടുപോയത് ബാങ്കിന്റെ പേര് കാട്ടില ഏതോ കാട്ടിലോ അങ്ങനെ ഒരു ബാങ്ക് അത് ഞങ്ങളുടെ വിറ്റോ ഇമാജിൻ ബാങ്കാണ്. അത് വിറ്റോ അത് ഞാനത് പറയാതിരുന്നതിന്റെ ഒരു കാര്യം എനിക്കറിയാം. സബിതയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമോഷണൽ ഇതുകൂടാണ്. കാരണം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു മുതൽ അത് ഒരു തരി പോലും ഞാൻ ഒരാൾക്ക് പോലും കൊടുക്കില്ല, അത് വിൽക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഇമോഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇത് പണയമാണെന്ന് എല്ലാരും പറഞ്ഞു. കൂട്ടുകാർ പണയത്തിലാണെന്ന് അത് ഞാൻ ഇന്ന് കഴിഞ്ഞ ഓണത്തിന് ചോദിച്ചപ്പോഴും പണയത്തിലാണെന്നല്ലേ ആരോട് പറഞ്ഞത്. ചോദിച്ചേ? സുബിയാണന്റെ അടുത്ത് ഉമ്മച്ചനോടും സമനോടും. അവരെല്ലാരും പറഞ്ഞു തിരുപ്പുണ്ട് അങ്ങനെ ആളുകളുടെ ഒരു ഗുണം ഒരു കള്ളം ഒരുമിച്ച് പറഞ്ഞാൽ വേണ്ട ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കള്ളം നാട്ടിൽ പറയും. ഫിനാൻസ് ഉണ്ടോ ചോദിച്ചാൽ അവർ അങ്ങനെ ഒരു ഫിനാൻസ് ഉണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു ഫിനാൻസ് അപ്പൊ അത് ഒരു ഇമാജിനൽ സാധനമായിരുന്നു. അപ്പൊ ഞാൻ അതിന് കോടതി ഭാഷയിൽ പറയുകയാണ്, നിർവ്യാജമായ ഖേദം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ശിക്ഷയിൽ നിന്ന് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല, തരുന്നില്ല. വീട്ടിലായിരുന്നെങ്കിൽ ഇത് മറിച്ചായിരുന്നേന്. സോറി അക്സെപ്റ്റ് ചെയ്തല്ലോ. അപ്പൊ ഞാൻ ആ ചെയ്ത ഒരു തെറ്റിന് ഒരു പ്രായച്ചിത്തം കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഈ ഫ്ലോറിൽ വെച്ച് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ചെയ്യാം എന്ന് കരുതുന്നു. കാല് പിടിക്കാൻ അത് അവിടെ വെച്ചേ ഉള്ളൂ, ഇത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ അതിനൊരു പ്രായച്ചിത്തം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഒരു മിനിറ്റ്. ഞാൻ പോയത് ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അവിടെ ആകുമ്പോൾ ഒറിജിനൽ സ്വർണം കിട്ടും. അതുകൊണ്ട് അത്രയും ദൂരം പോയി തൃശ്ശൂരാ പോയിട്ട് ഒരു മാലയും താലിയും അതിന് പകരമായി, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൊ ഇത് ഞാൻ തന്നെ അങ്ങ് ഇട്ട് തന്നാൽ. അല്ല ഇത് ഗോൾഡ് തന്നെയാണോ? എനിക്ക് പരസ്യമായിട്ട് ചോദിക്കാതെ ഇതിൽ ഞാൻ കള്ളം പറയും. അണ്ണൻ തന്നോണ്ടൊരു സംശയം. ഇതിൽ ഞാൻ കള്ളം പറയാറില്ല. ഇതൊരു 3 റിക്വസ്റ്റ് അതോടെ ചേർത്താണിത്, ഇല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഞാൻ പണയം വെക്കും. അതായത് ഒന്നാമത്തെ റിക്വസ്റ്റ്, ഈ സത്യം പറഞ്ഞ രാവിലെ ഇറങ്ങി പുറത്തോട്ട് പോയിട്ട് വൈകിട്ട് വരുമ്പം എനിക്കൊരു ടെൻഷനാണ്, ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വരുമോ എന്നുള്ളത്. കാരണം നീ പോയി വഴക്കുണ്ടാക്കിയിട്ട് വരും, ഇവരൊക്കെ ശത്രു ആവുന്നത് എന്നോടാ. എന്നെ ഒന്നാമത് എനിക്ക് ശത്രുക്കളുടെ പ്രളയമാണ്, അതിൻ്റെ കൂടെ ഇതും കൂടെ ആവുമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും പുറത്തു പോയി ചെറിയ കാര്യങ്ങൾക്ക് ആളുകളുമായി അടിയുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ബസ്സിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചില കൃമികളും കീടങ്ങളും ഒക്കെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും, അതിലൊക്കെ പോയി അവരുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആളാണ്. എനിക്ക് ഞാനല്ല അനീതി കണ്ടാൽ ഞാൻ പ്രതികരിക്കും, അതാണ് വിഷയം. ഞാനൊരു വക്കീലായി പോയില്ലേ അടുത്തത്. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ 5 രൂപയുടെ കേസ് അതിനൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കി ഒരു ദിവസം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ രാവിലെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നു. അല്ല 5 രൂപയുടെ കേസ് അല്ലല്ലോ അത്. അയാൾ എന്നോട് എന്ത് ചോദിച്ചിട്ടല്ലേ, കൈക്കൂലി ചോദിച്ചിട്ടല്ലേ? അല്ല അത് അയാൾ അത് ചെയ്യാൻ പാടില്ല. അത് അയാൾ ഗവൺമെന്റ് സർവീസ് ഇരിക്കുന്ന ഒരാളാണ്, ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാനൊരു അഡ്വക്കേറ്റ്, എന്നോട് അയാൾ ചോദിച്ചത് തന്നെ അത് പൊതുജനങ്ങളോട് ചോദിക്കാനേ പാടില്ല. അപ്പം അയാൾക്ക് തെറ്റാണെന്ന് ഞാനും മാനിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് സാറെന്താ ഇവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ, ഇത് എന്റെ വീടായതുകൊണ്ടാണ് ഇവിടെ. അപ്പോ മറ്റതാര്? അല്ല ഒരു വക്കീല്, ഞാൻ ഭാര്യ. അപ്പൊ അയാളുടെ മനസ്സിൽ എന്തോന്നറിയാമോ, ഇയാള് പോയിരുന്ന ഇത്രയും ആധ്യാത്മികമായ കാര്യങ്ങൾ സമാധാനത്തെ പറ്റി സംസാരിക്കുമ്പോ ഭാര്യ ഒരു മനുഷ്യരെ ഇട്ട് പീഡിപ്പിച്ച് അയാൾ ചെറിയ വേണ്ടാത്ത ഒരു കാര്യങ്ങൾക്കും
ഞാൻ ആരെയും പക്ഷെ എന്നോടത് അയാൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് അയാൾ ഇത്ര രൂപ ചോദിച്ചു, ഞാൻ തരാൻ പറ്റത്തില്ല, ഞാൻ ഇതെല്ലാം എല്ലായിടത്തും ഞാൻ എന്റെ കംപ്ലൈന്റ് അയച്ചു. അല്ല, തരാൻ പറ്റത്തില്ല എന്നുള്ളത് ഓക്കെ. ഈ കംപ്ലൈന്റ് ഒക്കെ അയക്കുമ്പോൾ ഉള്ള പ്രശ്നം അവരും എന്റെ ശത്രുവാണ്. പിന്നീട് അയാൾ വന്നിട്ട് ഒരു പുച്ഛത്തിലാണല്ലോ നോക്കിയത്. ഇയാൾ ഇതൊക്കെ ചുമ്മാ ഇരുന്ന് പറയില്ലാണല്ലോ അത്. ഇനി മൂന്നാമത്തെ ഒരു വലിയ ഒരു റിക്വസ്റ്റ്, അതിവിടെ പറയാമോന്ന് എനിക്കറിയില്ല. 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞാന് മര്യാദയ്ക്ക് മേളിൽ പോയിരുന്നിട്ട് എന്നെ വിളിക്കുന്ന ആളുകൾ അവരെന്നോട് സംസാരിക്കുന്നത് വളരെ ഭക്തിയിലൊക്കെയാണ്. കാരണം അറിയാലോ, ഞാൻ ആളുകളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ താഴെ എന്നിട്ട് അണ്ണാ നിങ്ങൾ ചോറുണ്ണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ, അങ്ങനെ ചോദിക്കരുത്. ഒന്ന് ചോറുണ്ണാൻ വരുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചുകൂടെ? അതെന്ത് ഞാനും ഈ അടുക്കളയിൽ ജോലിയിൽ എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ഞാൻ അണ്ണനെ വിളിക്കാറുണ്ട്. അണ്ണൻ ഏത് സമയം ഈ കുറെ 3-4 വയറ് നമുക്ക് ഇങ്ങനെ ഇട്ടും കൊണ്ട് നമുക്ക് വിളിച്ചാൽ കേൾക്കത്തില്ല. അപ്പൊ ദേഷ്യം വിളിച്ച് പറയുമ്പോ ഞാൻ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്പേസ് കിട്ടുമല്ലോ ഈ മറ്റുള്ള ആ സമയത്ത് വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കും. ഹലോ ഹരിപത്തനാപുരം അല്ലേ, താഴെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, താഴേക്ക് ഇറങ്ങി വന്നാലും ഞാൻ അതങ്ങ് തന്നേക്കാം എന്ന് പറയാം. ഇതിൽ ഞാൻ അവരോട് വളരെ മാന്യമായി, നിങ്ങൾ വളരെ സൗമ്യമായി ഇടപെടണം, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണത്. അപ്പം ഈ 3 റിക്വസ്റ്റ് ആണുള്ളത്. അതെന്തായാലും ഞാൻ പരിഗണന എടുത്തിട്ടുണ്ട്, ശ്രമിക്കാം. ശരി, അപ്പൊ ക്രോസ് വിസ്താരമൊക്കെ കഴിഞ്ഞിട്ട് അത് ശ്രമിക്കണം. ഇനി എന്തെങ്കിലും എന്നോട് ഇപ്പൊ ഈ ഫ്ലോറിൽ ഇരുന്ന് പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഹരിയന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഞാനങ്ങ് നിർത്താം. എന്റെ ഒരു വീട്ടിലെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത്, അതായത് എനിക്ക് വളരെ വളരെ ഒരു സാമ്പത്തിക പരാധീനതയുള്ള ഒരു കുടുംബമായിരുന്നു. അതിനിടയിലാണ് ഹരിയന്റെ പ്രപ്പോസൽ വരുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ആ പ്രപ്പോസൽ വരുന്നതിനിടയ്ക്ക് തന്നെ പിന്നെ എന്തായാലും അതിനിടെ 1-2 കാര്യമുണ്ട് ഞാൻ പറയാൻ ഞാൻ വിട്ടുപോയി. എന്നെ അണ്ണൻ ഈ വിവാഹം ആലോചിച്ച് വരുന്ന സമയത്ത് അണ്ണനൊരു 2-3 ഊമക്കത്തുകൾ കിട്ടിയിട്ടുണ്ട് എന്റെ നാട്ടിൽ നിന്ന്. അത് ആരാണ് അയച്ചോന്ന് പോലും എനിക്കറിയില്ല. ഒരു പക്ഷേ ഇപ്പം അണ്ണന്റെ വീട്ടുകാർ പോലും ഈ ഷോയിൽ കൂടെ ആയിരിക്കും അത് അറിയുന്നത്. കാരണം ഇത് അണ്ണന്റെ വായിൽ നിന്നും ഇന്ന് വരെ വീട്ടുകാരും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം അണ്ണന് വന്ന ഒരു ലെറ്റർ അണ്ണ എന്നെ കാണിച്ചു. അപ്പം ചോദിച്ചു, ഹരി എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോയൊരു ബന്ധം എടുക്കുന്നത്? ഇത്രയും സാമ്പത്തികമായിട്ട് അധപതിച്ച ഒരു വീട്ടിലെ പെൺകുട്ടിയെ മാത്രമേ താങ്കൾക്ക് ഭാര്യയായിട്ട് ലഭിക്കത്തുള്ളൂ. വീടൊക്കെ ജപ്തിയായി ലേലത്തിലിരിക്കുകയാണ്. അപ്പം താങ്കൾക്ക് ഇതിനും നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1-2 ഊമക്കത്തുകൾ എന്നെ വന്ന് കാണിച്ചു, എന്റെ വീട്ടിൽ വന്ന് കാണിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടായി. കാരണം ഈ വിവാഹമൊക്കെ മുടക്കി നമ്മുടെയൊക്കെ ആൾക്കാരും അല്ലെങ്കിൽ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇനി എന്റെ അച്ഛന്റെ ശത്രുക്കളൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരു വിവാഹം മുടക്കാനായിട്ട് ആൾക്കാർ, കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് പോലും എനിക്കൊരു പ്രണയം ഒന്നും ഉണ്ടാവും. കാരണം ആ ഒരു എനിക്കങ്ങനെ ഇല്ല ഞാൻ പറയുവാണ്, ഞാൻ എന്റെ ഒരു പറയണം. കാരണം ഞാൻ അത്യാവശ്യം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ളു. കാരണം എന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രണയം പറയാൻ പോലും ആൾക്കാർക്ക് പിള്ളേർ പറയില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ലെറ്റർ വന്നപ്പോൾ പിന്നെ മാനസികമായിട്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു. പക്ഷെ ആ ഒരു അവസ്ഥയിലും ഹരിയാണന്റെ വീട്ടുകാരും എടുത്ത ഒരു നിലപാട്, വീട്ടിൽ പറഞ്ഞില്ല അല്ല, ഹരിയാണൻ എടുത്ത ആ നിലപാട്, വീട്ടുകാരെല്ലാം നിലപാട് സത്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം എന്റെ വീട്ടിൽ നിന്ന് അണ്ണൻ പറഞ്ഞു, കാരണം ഞാനൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടു, അത് അച്ഛൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, കാരണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ ഇപ്പം ജീവിച്ചിട്ടില്ല. കാരണം എൻ്റെ അമ്മ ഒരു പിന്നെ കഴിഞ്ഞ ഒരു 9 വർഷം മുന്നേ അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോയി. അപ്പം അതെനിക്ക് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്കൊന്ന് മകനേക്കാളും ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 53 വയസ്സേ ഉള്ളായിരുന്നു മരിക്കുമ്പോൾ. കാരണം അമ്മയുടെ സ്നേഹം നമുക്ക് വേറൊന്നും കിട്ടത്തില്ല. നമ്മളിന് എത്ര പ്രായമായാൽ പോലും പെറ്റമ്മ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആ ഒരു അവസ്ഥയിൽ അണ്ണൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പ്രസവ സംബന്ധമായിട്ടാണ് ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ടുണ്ട്, ആൾക്കാരെ നിർത്തിയായാലും. കാരണം ഒരു ബുദ്ധിമുട്ട്, കാരണം അമ്മയ്ക്കാണെങ്കിൽ അണ്ണന്റെ അമ്മ പ്രായമായ ഒരു സ്ത്രീയാണ്. അതല്ല, കാരണം ഒരു എന്റെ കൂടെ അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും ചെയ്ത, കാരണം അവർക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കാൻ കാണും. എനിക്കത് ആരുമില്ലായിരുന്നു.
ഞങ്ങളുടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതേ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ വന്നു, അച്ഛനുണ്ട്. പിന്നെ അണ്ണനിൽ ഞാൻ കാണുന്നൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കളോട് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. വയസ്സായ സ്ത്രീകളെ, വയസ്സായ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ വലിയ ബഹുമാനമാണ്. ഞാൻ ഊമക്കത്ത് വന്നു എന്നുള്ള സംഭവം ഒരുപക്ഷെ ഈ ഷോയിലൂടെ ആയിരിക്കാം അണ്ണന്റെ, കാരണം വേറെ ആർക്കും അറിയില്ല ഇത്, കാരണം അത്രത്തോളം അണ്ണൻ അത് മറച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിന്റെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഊമക്കത്ത് വന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ ഷോയിലൂടെ ആയിരിക്കാം ഇപ്പം എന്റെ വീട്ടിലുള്ളവർ പോലും അറിയുന്നത്. അതിനകത്തുണ്ടായിരുന്നത് നിങ്ങൾക്ക് പൈസ ഇല്ലെന്നും നിങ്ങളുടെ വീട് ഉടനെ ലേലമായി പോകുമെന്നും അച്ഛനൊന്നും ജോലിയില്ലാത്ത ആളാണെന്നും നിങ്ങൾ എന്തിനാണ് ആ കുടുംബത്തിൽ പോയി കയറുന്നത് എന്നൊക്കെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ശരിക്കും അതറിയാവുന്ന ഒരാൾ കൂടി ഉണ്ട്. ഞാൻ ഒരാളെയും കൂടി ആ കത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ അച്ഛനെയാണ്. അച്ഛൻ പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല സബിതയോട്. ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഒരു കത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു മറുപടി എല്ലാവരും കേൾക്കേണ്ടതാണ്. അച്ഛൻ പറയടാ, ഒരാൾക്ക് അങ്ങനെ പറയാനുള്ള ആളാണെങ്കിൽ, നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവർ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് കത്തയക്കണം, അല്ലെങ്കിൽ അവർ നേരിട്ട് വന്ന് പറയണം. അപ്പം അവർ പേര് മറച്ചുകൊണ്ട് ഒരു ഊമക്കത്തയച്ചെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതല്ല. ഇത് തകർക്കുക, അതായത് നിങ്ങളുടെ വിവാഹം മുടക്കുക, ഒന്നുകിൽ അവരോടുള്ള ശത്രുത കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ കത്ത് 4 മടക്കി കീറി ആ തോട്ടിൽ ഒഴുക്കി കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഇന്നുവരെ അത് ചോദിച്ചിട്ടില്ല. അച്ഛൻ ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇല്ല, മരണപ്പെട്ടു പോയി. പക്ഷെ അച്ഛനും അതറിയാം. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനും നീയും അല്ലാതെ ഇത് മറ്റാരും അറിയരുത്. ഇപ്പൊ നീ ഇങ്ങനെ ഷോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ വിഷമിക്കണ്ട. നമ്മൾ എന്റെ ജീവിതത്തിലേക്ക്, കാരണം ഞാൻ ഈ തമാശയൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതിലും നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടാനില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ അണ്ണനോട് പറയുകയാണ്. കാരണം എന്റെ അനാവശ്യ വാശികൾക്കും നിർബന്ധ ബുദ്ധികൾക്കും എല്ലാം വഴങ്ങിത്തരുന്നൊരു ഭർത്താവാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്. അപ്പം എനിക്ക് ഈ ജന്മത്തിൽ അപ്പൊ എനിക്കൊന്ന് മറ്റേ 3 റിക്വസ്റ്റ് വെക്കാറും ഇതുകൊണ്ട് അംഗീകരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും എനിക്ക് ഈ സമയത്ത് അണ്ണനോടല്ലാതെ ഞാൻ ആരോടാണ് താങ്ക്സ് പറയേണ്ടത്? എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന്.